തിരുവനന്തപുരം DCCയിൽ താൽക്കാലിക അധ്യക്ഷൻ എൻ ശക്തനെതിരെ പ്രതിഷേധം. അയോഗ്യരെ DCC അംഗമാക്കിയതിലാണ് പ്രതിഷേധം. UDF വിളവൂർക്കൽ പഞ്ചായത്ത് ചെയർമാൻ രാജിവെച്ചു. കൊലക്കേസ് പ്രതിയടക്കം ശക്തൻ DCC അംഗമാക്കിയെന്നാണ് ആരോപണം. DCC അധ്യക്ഷ പദവിയിൽ തുടരാനാവില്ലെന്ന് കാട്ടി പലതവണ രാജിക്കൊരുങ്ങിയ ആളാണ് എൻ ശക്തൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലും അദ്ദേഹം രാജിക്കത്ത് നൽകിയിരുന്നു. നേതാക്കൾ ഇടപെട്ടാണ് അവസാനം ശക്തൻ രാജിയിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ ഇതിനിടയിൽ തിരുവനന്തപുരം DCCയിൽ അയോഗ്യരായ പലരെയും ശക്തൻ തിരികെ കയറ്റി എന്നാണ് ആക്ഷേപമുയരുന്നത്. പാലോട് രവി DCC അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ തന്നെ കോർ കമ്മിറ്റി യോഗം പുതിയ DCC അംഗങ്ങളെ നിയമിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, ശക്തൻ താൽക്കാലിക അധ്യക്ഷ പദവിയാണ് ഇപ്പോൾ വഹിക്കുന്നത്. അദ്ദേഹത്തിന് പുതിയ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ഇല്ല എന്നും നേതാക്കൾ പറയുന്നു. അയോഗ്യരെ DCC അംഗമാക്കിയതിൽ പ്രതിഷേധിച്ച് UDF വിളവൂർക്കൽ പഞ്ചായത്ത് ചെയർമാൻ രാജിവെച്ചു. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് മാത്രം ശക്തൻ നിരവധി പേരെ DCC അംഗങ്ങളാക്കി എന്നതാണ് ആക്ഷേപമുയരുന്നത്. കൊലക്കേസ് പ്രതിയടക്കം പുതിയ പട്ടികയിലുണ്ടെന്നാണ് ആരോപണം. പെരുകാവ് ബൈജു, ദിനേശ്, അജി, ശിവകുമാർ, സുരേഷ്, എഡിസൺ, എസ് മധു, AK നിസാർ, വിനോദ് ശർമ്മ, സത്യദാസ് പൊന്നെടുത്താൻകുഴി, പ്രസാദ് തുടങ്ങിയവർക്കാണ് ഈ അടുത്തായി ശക്തൻ നിയമനം നൽകിയത്. പക്ഷേ പാർട്ടിയിൽ കൂടിയാലോചന നടത്താതെയാണ് ശക്തന്റെ ഏകപക്ഷീയമായി നീക്കം എന്നാണ് മറ്റു നേതാക്കൾ പറയുന്നത്. പിൻവാതിൽ നിയമനം പിൻവലിക്കണം എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.